ഈശംസിയായി സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ നമ്മൾ പരിശീലിക്കുന്ന കാലഘട്ടമാണല്ലോ. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഭൗതികമായ സമ്പത്ത് സമൃദ്ധി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചമുണ്ടാകുമ്പോൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്ത് നമ്മൾ ആ പണമോ സമ്പാദ്യമോ ഒക്കെ സൂക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടും. സ്ഥിര നിക്ഷേപത്തിൽ നമ്മൾ കൊണ്ട് നിക്ഷേപിക്കും. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുമ്പോൾ, പണമില്ലാതെ വരുമ്പോൾ, കയ്യിൽ പൈസ ഇല്ലാതെ ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ ബാങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്നെടുത്ത് നമ്മൾ അനുദിന ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായൊരു നിക്ഷേപം, ആത്മീയമായൊരു ഭണ്ഡാരം നമുക്കുള്ളത് നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ, പള്ളിയിൽ പോകാൻ പറ്റുമ്പോൾ, ദൈവികമായി ജീവിക്കാൻ പറ്റുമ്പോൾ, ആ കാലഘട്ടങ്ങളിൽ, ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ, മാനസികവും ശാരീരികവും ആത്മീയമായി നമ്മൾ ഉണർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അത്രയും പ്രാർത്ഥനകൾ, ജപമാലകൾ, വിശുദ്ധ കുർബാനകളൊക്കെ കണ്ട് സമാഹരിച്ച് സൂക്ഷിച്ച് ഒരു നിക്ഷേപമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ആത്മീയമായൊരു ഭണ്ഡാരം നമുക്കുണ്ടാവും. നമുക്ക് എല്ലാ കാലവും പള്ളിയിൽ പോകാൻ പറ്റുന്ന നിർബന്ധമില്ല, എല്ലാ കാലവും പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല, എല്ലാ കാലവും ആത്മീയ ഉണർവുണ്ടാകുന്ന കാലഘട്ടം നിർബന്ധമില്ല. രോഗങ്ങൾ വരാം. നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചെന്ന് വരാം. നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ വരാം, സഹനങ്ങൾ വരാം. ദൈവമേ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത മനസ്സിൻ്റെ അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മൾ ജീവിക്കേണ്ട സാഹചര്യം എത്തിപ്പെടാം. അപ്പോഴൊക്കെ നമ്മൾ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഭണ്ഡാരത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, തലമുറകൾക്കൊക്കെ ഈ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം എത്രമാത്രം ജപമാല ചെല്ലാൻ പറ്റുമോ, വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുക്കാൻ പറ്റുമോ, അതെല്ലാം ഈ പരിശീലിക്കുക. ജീവിതത്തിൽ നിക്ഷേപങ്ങളുണ്ടാകാൻ, ആത്മീയമായ നിക്ഷേപങ്ങളുണ്ടാകാൻ പരിശീലിക്കുക. അങ്ങനെ ആത്മീയമായ നിക്ഷേപമുള്ളവർ തലമുറകളിലേക്ക് അത് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ, ജപമാല ചെല്ലാൻ പറ്റാതെ വന്നാൽ, ചെല്ലിവെച്ച ജപമാലയിൽ നിന്ന് ഒരു ജപമാല എടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് അന്നത്തെ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കാൻ പറ്റും. അതുപോലെ ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ ചെല്ലിവെച്ച ജപമാലയിൽ 10 ജപമാല അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഇങ്ങനെ പ്രാർത്ഥനയുടെ ഭണ്ഡാരമുള്ള ഒരു ജീവിതം നയിക്കാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ